അതൊക്കെ സതീഷ് സാറിന്റെ പൈസയിലായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ മാധ്യമ സമ്മേളനത്തിൽ എനിക്കൊപ്പം ഉള്ളത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ PS രാജ്, വിഷ്ണു സുനിൽ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസക്കാലമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പിന് ശേഷം അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വാർത്തയുമായി, വാർത്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ, വാർത്ത എന്ന് പറയുന്നതിലും അടിസ്ഥാനം വേണം, അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒന്ന് വാർത്തയായി ഏറിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള യുവജന സംഘടനകളുടെ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞാനും അഭിനൊക്കെ അടക്കം എന്റെ സൗഹൃദത്തിൽ ഞങ്ങൾ എല്ലാവരും എല്ലാവരും വിഷ്ണുവെല്ലാം അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ ഏതാണ്ട് 27 ദിവസക്കാലമാണ് വയനാട്ടിൽ ചെലവഴിച്ചത്. നമുക്ക് ശീലമില്ലാത്ത രീതിയിൽ പ്രകൃതി ഒരു സംഹാര താണ്ഡവമാടിയപ്പോൾ നാട് തുറക്കടിച്ചു നിന്നപ്പോൾ നാടിനെ ഒരു ഗവൺമെന്റ് മിഷണറിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പ്രതിരോധമേകുവാൻ ശ്രമിച്ച ഒരു യുവജന സംഘടനയിൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് വയനാട്ടിലെ പ്രവർത്തനം ചെയ്യുന്നത്. അന്ന് മനസ്സ് പറകളിച്ചു പോകുന്ന നിരവധി കാഴ്ചകളുണ്ടായിരുന്നു. ആദ്യമായി നിലമ്പൂർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ മൃത ശരീരം കാണണമോ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നത് ഒരു കിഡ്നിയാണ്, ഒരു മനുഷ്യന്റെ ഒരു ശരീര അവയവമാണ്. അതുകൊണ്ട് മനസ്സ് പറകളിച്ചു പോയി. അങ്ങനെയാണ് ചുരങ്ങേറി മേളിലെത്തി അവിടുത്തെ പല മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാണ് വയനാടിനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനോടൊപ്പം 30 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ഉണ്ടായ ഞങ്ങളുടെ പ്രഖ്യാപനത്തിലെല്ലാം പറഞ്ഞിരുന്നു 8 ലക്ഷം രൂപ വില മതിക്കുന്ന 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു. അപ്പൊ അത് കൂടാതെ ഭവന നിർമ്മാണം കൂടാതെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തെ പറ്റി ഇപ്പൊ മീഡിയ വണിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ വിവാഹ ചെലവിന് വേണ്ടി വെച്ചിരുന്ന 1 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. അപ്പൊ മീഡിയ വണിന്റെ വാർത്ത എന്നോട് അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒരു കോൺട്രിബ്യൂഷൻ തരുവാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാൻ ആ വാർത്ത കണ്ടിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു. ആൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ലൈബ്രറിയിൽ അന്വേഷിച്ചു. റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു വാർത്തയായിരുന്നു നിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീപ്പ് നഷ്ടമായതുമായി. ആ വാർത്ത കണ്ടു, അതിന്റെ അധികൃതർ സംസാരിച്ചു, നിയാസുമായിട്ട് സംസാരിച്ചു. നിയാസിന് ജീപ്പ് വാങ്ങി ഇപ്പോൾ സംസ്ഥാനം വരുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം 6 മാസത്തെ ശമ്പളം ഒരാൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും. സർക്കാർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും, വാടക വീട് ഒരുക്കി കൊടുക്കും എന്നുള്ള കാര്യമായിരുന്നു. സർക്കാർ തന്ന ലിസ്റ്റിൽ, സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടം നിന്നിട്ടുള്ള ലിസ്റ്റിനനുസരിച്ച് അവർക്കെല്ലാവർക്കും വീട് ഞങ്ങൾ നേരിട്ട് നിന്നിട്ട് തന്നെ വാടക വീട് ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം.
വിദ്യാഭ്യാസ സഹായം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ചെയ്ത സാഹചര്യമുണ്ട്. അത് കൂടാതെയാണ് വീട്. വീടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം പണമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിവാഹത്തിന്റെ കാറ്ററിംഗ് അടൂർ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്തപ്പോൾ ഞാൻ വ്യക്തിപരമായി വിളമ്പാൻ പോകുന്നു. എന്നോടൊപ്പം ഇരിക്കുന്ന അഭിൻവർ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന് വേണ്ടി വെച്ചിരുന്ന പണം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭവന നിർമ്മാണത്തിലേക്ക്. അപ്പൊ അതടക്കം ഇവരെല്ലാവരും അതിന്റെ ഭാഗമായി ഞങ്ങള് മീൻ വിൽക്കാൻ പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പായസ ചലഞ്ച് നടത്തിയിട്ടുണ്ട്, വാഹനം കഴുകിയിട്ടുണ്ട്, കാറ്ററിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ, പഴയ സാധനങ്ങൾ, ആഗ്രസാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഴയ പത്രങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ധനസമാഹരണത്തിലേക്ക് കടന്നത്. ആ ധനസമാഹരണത്തിലേക്ക് കടന്ന് ഞങ്ങളുടെ അസംബ്ലി കമ്മിറ്റിക്ക് ആകെ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് കഴിഞ്ഞ ദിവസം അത്ര ചില താരതമ്യങ്ങൾ കണ്ടു. DYFI ഇത്ര രൂപ കൊടുത്തു, യൂത്ത് കോൺഗ്രസ് എത്ര കൊടുത്തു. ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ 2,40,00,000 രൂപയാണ്. അസംബ്ലി കമ്മിറ്റികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2,50,000 രൂപ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് തരണമെന്നാണ് അസംബ്ലി കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരും പണം അടയ്ക്കുകയും ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്യാമ്പിന്റെ ഒരു വിഷയം പറഞ്ഞാൽ വയനാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുക്കുന്ന അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോ അന്ന് കൈരളിയുടെ മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കാം. അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ, ഒരുപാട് വേണം, മുഖ്യമാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദപ്പെട്ട MLA-മാർ പറയുന്നത്, 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തന അംഗീകാരം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അംഗീകരിക്കാത്തത്. അത് എനിക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഞാൻ അങ്ങോട്ട് പറയാണ്, എന്റെ പാർട്ടി തീർന്നില്ല. അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അല്ല, അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അതല്ല, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അപ്പൊ അദ്ദേഹം കൈരളിയുടെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിന് വെരിഫൈ ചെയ്യാം, മനോരമയുടെ റിപ്പോർട്ടർക്ക് വെരിഫൈ ചെയ്യാം, 24-ന്റെ വെരിഫൈ ചെയ്യാം, മാതൃഭൂമിയുടെ വെരിഫൈ ചെയ്യാം, ഏത് റിപ്പോർട്ടർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാം. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാടുണ്ട്, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തെ അയച്ചിട്ടുണ്ട് കത്ത്. 1 ഇനി ബാങ്ക് അറിയാതെ ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി നോക്കുന്നുണ്ട്, ബാങ്ക് അറിയാതെ പണം കൊടുക്കാനേ, അതെന്തായാലും ഞങ്ങൾക്ക് കഴിയില്ല. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ പോകും, നിങ്ങൾ തെളിയിച്ചോ. ഓപ്പൺ ചലഞ്ചല്ല. ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ്. ഇനി അതിനകത്ത് എന്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം. ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങളെല്ലാവരും ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ നിർത്താൻ ശ്രമിച്ചത്. നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത്, ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നത്. പാലക്കാട് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു. എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി CPM-ന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിൽ FIR പോലും എടുക്കാൻ കഴിയില്ല എന്ന ഇവർ നിങ്ങൾ എത്ര പേർ അതേ ആർജവത്തോടുകൂടി അതേ പ്രാധാന്യത്തോടുകൂടി ബ്രേക്ക് ചെയ്തു? നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാളുകളുണ്ടായി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിലൊന്നും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വിവരത്തിൽ, ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്ക് എന്റെ സുഹൃത്തുക്കൾ നിലയിൽ നിങ്ങളോട് അതിനൊരു പരിഭവം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഇനി 2, നിങ്ങൾ ചോദിക്കണം, വയനാട് റീബിൽഡ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ചോദിക്കുമ്പോ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. 88,68,827 രൂപ. ഇനി നിങ്ങളോട് ഞാനൊരു വിവരം കൂടെ പറയാം. യൂത്ത് കോൺഗ്രസിന്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരെ സംഭാവന ചെയ്തിരുന്നു.
ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷന്റെ പണം വന്ന അക്കൗണ്ടിലേക്ക് വന്നത് പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അത്ര സുതാര്യമായിട്ടാണ്. കാരണം അത് നാളുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പണം വന്നിട്ട് പോലും അതിനൊന്നും ചുരുക്കാശെടുക്കാത്തത്. ഇനി ആ പണം കൂടി ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. ഇനി എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അത് ഒരു ഡിസ്കഷൻ കൊണ്ടുവരാം. സംസ്ഥാന ഗവൺമെന്റിന് 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു അല്ലെ? 780 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഒരു വീട്, ഒറ്റ വീട് പറയാൻ കഴിയും. എന്നാൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകർ അബദ്ധത്തിലാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകിയ 100 വീട്ടിൽ ഒരു വീട് നിങ്ങൾ കളിച്ചാൽ, ഒരു വീട്, ഒറ്റ വീട് കളിച്ചാൽ ഡിവൈഎഫ്ഐ എന്താ ചെയ്തത്? ഡിവൈഎഫ്ഐ സമാഹരിച്ച പണം സർക്കാരിന് കൊടുത്തു. സർക്കാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. ജനങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നില്ല. പിന്നെന്തിനാ വേറൊരു കളക്ഷൻ ഏജന്റ് ആകുന്നതിന്? നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ വയനാട്ടിലെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായം, 9,000 രൂപ സഹായം നിർത്തലാക്കിയ ആളുകളുടെ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ലേ? വയനാട്ടിലെ ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തെ പറ്റി സർക്കാർ ചിന്തിച്ചു. ഞങ്ങൾ വാഹനം വാങ്ങി നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ഇത്ര കോടി രൂപ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യമുള്ള ആളുകളാണ്. മുണ്ടക്കൈ ചൂടുമലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തൊക്കെയാണ് വരുമാനം? 1, കൃഷി. 2, അവിടുത്തെ ആ ജംഗ്ഷനിൽ കടമുറിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. 3, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. 4, ജീപ്പ് ഓടിക്കുന്നു. ഒറ്റ ഉരുൾപൊട്ടലിൽ 4 വരുമാന മാർഗം അവസാനിച്ചു അല്ലേ? കൃഷി നശിച്ചു, അവിടുത്തെ കടകളില്ല, അവർക്ക് ഓട്ടോ ഇല്ല, ജീപ്പില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഓട്ടോ ഒരാൾക്ക് ഈ സർക്കാർ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് ഈ സർക്കാർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തൊരു സർക്കാർ ആ പണത്തിന് മുകളിൽ നിഷ്ക്രിയമായി നോക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരം വാർത്തകൾ വരുന്നത്. ഇനി 2, ഇതുമായി ബന്ധപ്പെട്ട് മനോരമയുടെ റിപ്പോർട്ടുള്ളത് കൊണ്ട് മനോരമയുടെ വാർത്ത ഓഗസ്റ്റ് 16, 2024 ഞങ്ങൾ കൊടുത്ത കത്ത് കൊടുത്തു. ആർക്കാ കത്ത് കൊടുത്തെന്ന് അറിയാമോ? ഞങ്ങളെല്ലാവരും കൂടെ മന്ത്രിസഭാ ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസിന് കത്ത് കൊടുത്തു. ഞങ്ങൾ ആവശ്യം എന്താണെന്ന് അറിയാം. 1, യുവജന സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്നതിന് പൊതുവായ ഭൂമി സർക്കാർ അനുവദിച്ചാൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നമുക്ക് ഈ വാർത്ത പരിശോധിക്കാം. മനോരമയുടെ പേപ്പറിൽ നിന്നാണ് ഓഗസ്റ്റ് 16, 2024 വന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 കത്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഭവന നിർമ്മാണത്തിലേക്ക് അടക്കം ഭൂമി വിട്ടു തരണം. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ല. ഞങ്ങൾ 2 തവണ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. ഭൂമി വിട്ടു തരണം, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. തന്നിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും 1 തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 2, അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പ്രപ്പോസൽ വെച്ചു. ഞങ്ങൾക്കൊരു ഭൂമി കിട്ടി. ഞങ്ങൾക്ക് ഒരാൾ 2.5 ഏക്കർ ഭൂമി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഈ മുണ്ടക്കൈ ചൂടുമലയിൽ നിന്ന് വളരെ ദൂരെയാണ്, ഒരു 10-40 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അവിടേക്ക് ഒരു പറിച്ചു നടയിൽ പ്രായോഗികമായി പ്രയാസമാണെന്ന് പറഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രി കത്തുള്ളൂ. ഞങ്ങളുടെ പക്കൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്, പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരുമോ? ഞങ്ങൾക്ക് തോന്നി യുദ്ധ സംസ്ഥാന കമ്മിറ്റി തരാനല്ലോ പറയുന്നത്. ഈ സാധു മനുഷ്യന്മാർ കൊടുക്കാനല്ലേ പറയുന്നത്. സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് 1 തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 1 തുണ്ട് ഭൂമി. അപ്പൊ ഇതൊന്നും ചെയ്യാതെ 780 കോടി രൂപയുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഇത്തരം വാർത്തകൾ, അത് ഇതിന്റെ പൊതുവായ ലക്ഷ്യത്തിന്റെ ഫോക്കസാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ 1 രൂപ അതിൽ നിന്ന് എടുത്തിട്ടില്ല. 30 വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഇനി സർക്കാർ ഭൂമി തരാൻ വൈകുന്നതുകൊണ്ട് ഇന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ് വസ്തു ഏറ്റെടുത്ത് ഭവന നിർമ്മാണത്തിലേക്ക് പോവാ. ലീഗിന് എന്താ സ്വന്തമായിട്ട് വെക്കേണ്ടി വന്നത്? നിങ്ങൾ കാണുന്നില്ലേ വാർത്ത? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വന്തമായി ഭൂമി കണ്ടെത്തിയിട്ട് അവർ ഭവന നിർമ്മാണമായിട്ട് നിന്നു. നിങ്ങൾ ഈ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇപ്പൊ ഞങ്ങൾ ഭൂമി കണ്ടെത്തി, കോൺഗ്രസ് കണ്ടെത്തുന്ന ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന് 30 വീടുകളും വയ്ക്കും.
അപ്പൊ ഞാൻ പറയുന്ന ഒരു വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് മിനിമം ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത, ഒരു ഫോൺ കോളിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത, ആ വാർത്ത അങ്ങനെ കൊടുത്തത് ശരിയായോ ഇല്ലയോ എന്ന് അവരവർ തന്നെ ആത്മപരിശോധന നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനായിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഉണ്ടായിരുന്നു അല്ലേ, എന്താ പേര്? ലക്ഷ്മി. ഇന്നലെ 1-2 മാധ്യമങ്ങളിൽ കൊടുത്തൊരു വാർത്തയാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വാങ്ങിയ പണം ദുരുപയോഗം ചെയ്തു. ഇനി അവരൊന്ന് പറയുന്നത് ഞങ്ങൾ പണം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. ഇനി ആരാ ലക്ഷ്മി പറയുന്നത്? പരാതി കൊടുത്ത ലക്ഷ്മിയെ വേണം. മുൻപ് അനിലക്കരയ്ക്കെതിരെ പരാതി കൊടുത്ത മീറു ജോൺസ് ഉണ്ടായിരുന്നു, ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. നമ്മുടെ മറവത്തൂർക്കരയിലെ കോരസാറിനെ പോലെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ലക്ഷ്മി എന്തായാലും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലക്ഷ്മിരാമൻ, എറണാകുളത്തെ യൂണിവേഴ്സൽ ലോ ഹൗസിലെ അഡ്വക്കേറ്റ് ആണ് ലക്ഷ്മി രാമൻ. ആ സ്ഥാപനത്തിലെ ഒരാളെ നിങ്ങൾക്ക് പരിചയമുള്ള ആളെ പരാതി കൊടുത്ത സതുദ്ദേശപരമായി വയനാട് ഫണ്ട് കളക്ഷൻ യൂത്ത് കോൺഗ്രസുകാർ മുഖി എന്ന ആശങ്ക പെട്ടെന്നുണ്ടായിട്ട് പരാതി കൊടുത്ത ലക്ഷ്മി, ആ ലക്ഷ്മിയാണ്. ആ ലക്ഷ്മി CPM-ന്റെ മാധ്യമ ചർച്ചകളിലേക്ക് സ്ഥിര സാന്നിധ്യമായ അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായി അഭിഭാഷകവൃത്തി നടത്തുന്ന ആളാണ്. കുഴപ്പമുണ്ട് പറയട്ടെ, ആവേശപ്പെടാതെ. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അവരാർക്കാ പണം കൊടുത്തേക്കുന്നു? അവരാർക്ക് പണം കൊടുത്തു? ഏത് കമ്മിറ്റിക്ക് പണം കൊടുത്തു? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി റിസീപ്റ്റ് വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പണം വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചലഞ്ചുകളാണല്ലോ നടത്തിയത്. ഇനി ചലഞ്ചുകളാണ് നടത്തിയതെങ്കിൽ അതിൽ നിന്ന് ആരാണ് പണം മാറ്റിയത്? അങ്ങേക്ക് തെളിയിക്കാം. അന്ന് വാർത്ത കൊടുത്തല്ലോ, കൈകളിൽ ഞാൻ പല വാർത്തകളും കണ്ടു. അന്നൊന്നും തെളിയിക്കും. 1 രൂപ അതിൽ നിന്ന് മാറ്റി നമ്മൾ തെളിയിക്കും. അങ്ങനെ ഒരു ബാഡ് സ്റ്റേറ്റ്മെന്റ് ഇരിക്കുകയാണ്. നോക്കാൻ കഴിയും. എന്താ നോക്കാൻ താല്പര്യമില്ലത്? ശരി 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 ശരി. അപ്പൊ ഇതാണ് പറയാനായിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഒന്ന്, ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി, ഒരിക്കൽ കൂടി പറയുന്നു, ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേറ്റം മാതൃകാപരമാണ് എന്ന് 14 ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവിടുന്ന് അങ്ങനെ വാർത്ത വരുന്നത്. ഓക്കെ, ഈ മുസ്ലിം ലീഗിന് 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവർ അതായത് നമ്മൾ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത്. ഭൂമി തരണം. സർക്കാർ തരുന്നില്ല. സർക്കാർ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ നമ്മൾ പറ്റിക്കാനല്ല. ആ സമയത്ത് വയനാട് ദുരന്തത്തിന്റെ തൊട്ട് പിന്നാലെ അവിടെ കൂടിയ അവലോകന യോഗത്തിലും അതുപോലെ ഈ വീട് നിർമ്മിക്കാൻ താല്പര്യപ്പെട്ടവരെല്ലാം കൂടി വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം കൂടിയായിരുന്നു. അതിൽ തന്നെ സർക്കാർ പറയുന്നുണ്ടായിരുന്നല്ലോ, സർക്കാർ ഭൂമി വിറ്റ് ആ ഒരു അങ്ങനെ ഒരു തീർപ്പിലോട്ടൊന്നും സർക്കാർ എത്തിയിട്ടില്ല. നമ്മുടെ ആവശ്യമാണ്. ബാക്കി വീട് നിർമ്മിച്ച് നൽകുന്നവരെല്ലാം സ്വന്തമായിട്ട് ഭൂമി കണ്ടെത്താനാണ് ബുദ്ധിമുട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ലീഗൽ ഉൾപ്പെടെ 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുള്ളൂ. വിവിധ സഭകളിൽ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പീപ്പിൾ ജമാഅത്ത് ഇസ്ലാമിയുടെ 30 വീടുകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഭൂമി കണ്ടെത്തുക, നിങ്ങൾ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഭൂമി കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ 2.5 ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയനാട്ടിൽ ഭൂമി കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ആ വസ്തുവിന്റെ ഡിസ്ക്രിപ്ഷൻ തരാം. ഞങ്ങൾക്ക് അവർ 2.5 ഏക്കർ ഭൂമി സൗജന്യമായി തന്നെ വിട്ടുതരാമെന്ന് സംബന്ധിച്ചിരുന്നു. ആകെ അവർ പറഞ്ഞത് അവരുടെ മരണപ്പെട്ട മാതാവിന്റെ പേരിൽ ഒരു കവാടം അവിടെ ഉണ്ടാകുന്ന പറഞ്ഞ കണ്ടീഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം, ഇത് ഈ പ്രദേശത്തുനിന്ന് വളരെ ദൂരെ മാറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചത്. ഞങ്ങൾ ചോദിച്ചു, കണ്ടീഷൻസ് അല്ല, ഞങ്ങൾ ചോദിക്കുകയാണ്, ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്. അങ്ങനെ സാധാരണ ഇത് ഉണ്ടാകാറില്ല. ഗവൺമെന്റിന് പകരം ഭൂമി കൊടുത്തിട്ട് ഗവൺമെന്റ് ഭൂമി തരുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. പുതിയ കാര്യമല്ലല്ലോ. അപ്പൊ ഗവൺമെന്റിനോട് ഭൂമി തരുമെന്ന് ചോദിച്ചു, തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. പക്ഷെ അതിലെവിടെയാണ് ഫണ്ട് മുക്കലുണ്ടാകുന്നത്? ഫണ്ട് മുക്കലും ഭൂമി കണ്ടെത്താനുണ്ടായ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടായ കാലതാമസം രണ്ട് കാര്യമല്ലേ, 2 എക്സ്ട്രീം അല്ലേ? അംഗീകരിക്കുന്നുണ്ടോ? 2 എക്സ്ട്രീം കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? കുലബന്ധമില്ലാത്ത കാര്യമാണെന്ന് അംഗീകരിക്കുന്നത്. പക്ഷേ ഈ ഫണ്ട് മുഖ്യമന്ത്രി
വ്യക്തമാക്കിയതാണ് ഈ സർക്കാർ കണ്ടെത്തുന്ന ഭൂമി അത് ആർക്കും വിട്ടുകൊടുക്കില്ല. അവരൊക്കെ എന്ത് ചെയ്യും? പണം നൽകും. പ്രീപേക്ക് നൽകിയ പോലെ മറ്റ് സംഘടനകളിൽ ആ പണം സ്വീകരിക്കാം. അതിനുശേഷം സർക്കാർ വീട് വെക്കും എന്ന് പറഞ്ഞാണ്. അതിന്റെ കമ്മിറ്റിയിൽ ഈ സംഘടന വിളിച്ചു വന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതാണ്. DYFI ഉൾപ്പെടെ വിളിച്ചു. നിങ്ങൾ അത്രയും യോഗത്തിൽ പങ്കെടുത്തു. ഇനി അതല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നത് സർക്കാരോട് ആവശ്യപ്പെട്ട് സർക്കാർ വിട്ടുകാരില്ല, സർക്കാർ ഒരു വഞ്ചനാപരമായ സമയം സ്വീകരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായപ്പോൾ മാത്രം ഒരു പത്രസഭ വിവാദം ഉണ്ടാക്കാൻ നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളല്ല വിവാദം ഉണ്ടായപ്പോൾ മാത്രം പറഞ്ഞു. നിങ്ങൾക്ക് പറയാമോ ഇത്ര ഗൗരവമായ ഒരു വിഷയമാണ്, ഇത്ര ഗൗരവമായ ഒരു വിഷയം നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ല? സർക്കാർ വ്യക്തമാക്കിയില്ലേ? അപ്പോൾ ചോദ്യം കഴിഞ്ഞോ? പറയൂ. മറുപടി എന്റെ പേര് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു. അല്ല, അങ്ങനെ ചോദ്യത്തിന് മറുപടി അറിയാം. ഇടയ്ക്കിടപെടരുത്. ഇടയ്ക്കിടപെട്ട് കഴിയുമ്പോൾ കുഴപ്പം നമ്മൾ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടെന്ന് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധാരണ ഉണ്ടാകും. നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് തുടർച്ചയായി കത്തിടപാടുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായി അവിടെ ഉണ്ടായിരുന്ന ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസുമായി തുടർച്ചയായി കത്തിടപാടുകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നിയമസഭയിൽ ഉള്ളപ്പോഴും ഞാൻ കണ്ടിരുന്നു. കാരണം ഇതിനൊരു നമ്മളിത് കടുംപിടുത്തം നമുക്കിതിനകത്ത് കടുംപിടുത്തമല്ല വേണ്ടത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭവന നിർമ്മാണത്തിനകത്ത് സർക്കാരിന്റെ ആത്മാർത്ഥത വളരെ എളുപ്പമാണ്. കാരണം അവിടെ ആവശ്യമായതിനേക്കാൾ കൂടുതൽ വീടുകളുടെ ഓഫറുകളുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ അന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങളൊരു ഭൂമി കണ്ടെത്തി. ഞങ്ങൾ കണ്ടെത്തിയ ഭൂമി അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് സർക്കാരോട് വീണ്ടും ഞങ്ങൾ ചോദിച്ചത്. ഇനി അതും നോയാണ് മറുപടിയെങ്കിൽ ഞങ്ങൾ അതിന് തുടർച്ചയായി ഇന്റർഫിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് നോയാണ് മറുപടി എന്നുള്ള സാഹചര്യത്തിൽ സർക്കാർ അവരോട് പോസിറ്റീവായി റെസ്പോണ്ട് നോയും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ബഹുമാനായ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഞങ്ങൾ ആ ഭൂമിയിൽ അടുത്ത മാസം തറക്കല്ലിടാൻ പോവുകയാണ്. ആ തറക്കല്ലിട്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്ന 100 വീടുകളിൽ 30 കോടി യൂത്ത് കോൺഗ്രസ് അല്ല, ഒന്ന് ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ അവരെ അറിയിച്ചപ്പോൾ പറഞ്ഞു മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾ അന്ന് എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന പതിവൊന്നും നമുക്ക് ആർക്കില്ല. നിങ്ങൾക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും മെയിൽ കമ്മ്യൂണിക്കേഷൻ പറയത്തില്ല. ഒന്ന് പൂർത്തീകരിക്കണം. അങ്ങനെ ചോദ്യം പ്ലേസ് ഒരു ആൻസർ അല്ല വേണ്ടേ. ഇനി ആ മീറ്റിംഗിനകത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഞങ്ങൾ ഈ റിക്വസ്റ്റ് വെച്ചത്. ഞങ്ങൾ ഈ നിമിഷവും പറഞ്ഞല്ലോ, ഈ നിമിഷവും ഞങ്ങൾ അതിനകത്ത് വിവാദം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളല്ല. ഇപ്പൊ ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് എന്താണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത. ഇനി അന്ന് മറുപടി പറയും ഫണ്ട് മുക്കിയത് എവിടെയാണ്? കൈരളി വാർത്ത കൊടുത്തത് ഫണ്ട് എന്റെ ഒന്നാമത്തെ പോയിന്റിന് അങ്ങ് മറുപടി പറയും. മാധ്യമ സമ്മേളനമല്ലേ, അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് മറുപടി പറയും. കൈരളിയുടെ അതൊന്നും ഒന്നാമത്തെ വിഷയമാണ്. കൈരളിയുടെ വാർത്തയാണ് ഫണ്ട് മുക്കിയെന്നുള്ളത്. അങ്ങ് തെളിയിക്കൂ, ഞാൻ ആ രാജിവെക്കാം. അല്ല രാവിലെ ഫണ്ടിലേക്ക് ഞാൻ ഫണ്ടിലേക്ക് വരാം. ഈ കാര്യം ഫണ്ട് മുക്കിയത് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. രാഹുൽ ചോദിക്കുമ്പോൾ രാഹുൽ ഉത്തരത്തിൽ ചോദ്യമാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം ശരിയല്ല, ഉത്തരമാണ്. രാഹുൽ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു. സംഘടന വിളിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പണിയില്ലായിരുന്നു. വലിയ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരുമിച്ച് നിങ്ങളുടെ ഒരു വിഷയമില്ലേ? നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടോ, ഞാൻ എന്തുകൊണ്ട് വിളിച്ചില്ല. ഇനി പോട്ടെ, നിങ്ങൾ അവിടെ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. അവിടുത്തെ തീരുമാനം പരസ്യമായി സ്പെസിഫിക്കാണ്. പ്രതിപക്ഷ നേതാവ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഇതാണ്, ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രതിപക്ഷ മീറ്റിംഗിൽ? കോൺഗ്രസിന്റെ ആവശ്യം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ആ മീറ്റിംഗിൽ ആ സംഘടന മീറ്റിംഗിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല. അന്ന് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിട്ട് അവിടെ ചോദ്യം അത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ആണ്. ചോദ്യത്തിന് പോയിന്റാണ് പറയുന്നത്. അല്ല അത് ശരി. എന്റെ ചോദ്യം അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞങ്ങളുടെ തർക്കമല്ലല്ലോ പറയുന്നത്. ഇവിടുത്തെ വരെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്ന് പറയട്ടെ. ഇതുവരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഭൂമി വാങ്ങാൻ കഴിയുന്നുള്ള വാർത്തയല്ലല്ലോ കൊടുത്തോണ്ടിരുന്നത്. അങ്ങ് ആ ഫോക്കസ് അങ്ങ് വല്ലാതെ മാറ്റിയിട്ട് വേറൊരു പോയിന്റിലേക്കല്ലേ ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു.
കൈരളി ഉൾപ്പെടെ വാർത്ത കൊടുത്തു. നിങ്ങൾ ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം വന്നോ? കൈരളി ഉൾപ്പെടെ കൊടുത്ത വാർത്ത എന്താ? ഫണ്ട് മുക്കി, അതല്ലേ വിഷയം. ഫണ്ട് മുക്കിയെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ആരോപണം വന്നപ്പോഴാണല്ലോ നിങ്ങൾ ഉൾപ്പെടെ ഫണ്ട് തിരിമറിയുടെ ആരോപണം, അങ്ങനെ ഒരു ആരോപണം വെറുതെ വന്നിട്ട് ഫണ്ട് പറഞ്ഞത് ബാക്കൗട്ട് ചെയ്യാം. അത് ശരിയല്ലല്ലോ. അതായത് ഇപ്പോൾ ഇത്തരത്തിൽ ഭൂമി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ മാത്രമല്ല ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം, സർക്കാരിനോട് രേഖാമൂലം എപ്പോഴാണ് നിങ്ങൾ ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്? എങ്ങനെയാണ് സർക്കാരിനോട് പല കുറി, അതായത് 2-3 കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. മൂന്ന് കത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ട് അങ്ങനെ മെയിലായിരിക്കുകയായിരുന്നു. കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിയമസഭാ സാമാജിക കൂടിയത് ഞാൻ ചോദിക്കുന്നത് കത്ത് കാണിക്കുക, കത്ത് കൊടുക്കുക. രാഹുലിന്റെ ചർച്ച ഈ ഫണ്ട് വിവാദത്തിലാണെങ്കിൽ രാഹുലിന്റെ മറുപടി ഫണ്ട് മുക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ രാഹുലിന്റെ മറുപടി അവിടെ ഇരിക്കുന്നില്ല. അവിടെയാണ് ഫണ്ടിന്റെ കാര്യം തീരുമാനമായി. അല്ല ഫണ്ടില്ല, ഫണ്ട് മുമ്പരാണ്. അല്ല ഫണ്ടിലേക്ക് വരും. ന്യൂസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹിത, അങ്ങ് എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പോസ്റ്റിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകണ്ട. നമ്മുടെ വിഷയം ഇനി പറയട്ടെ. ഇനി നിങ്ങൾ വാർത്ത കൊടുത്തത് ഈ വിഷയം സ്വാഭാവികമായിട്ട് എല്ലാ നിങ്ങൾ ഫണ്ട് തിരുവനന്തപുരം നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിനുള്ളിൽ അത്തരത്തിലുള്ള വിമർശനം ഉയർത്തുന്ന നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിനുള്ളിൽ പങ്കെടുത്ത പ്രവർത്തകര് ഇപ്പൊ ആരെങ്കിലും മാറ്റിയാൽ നിങ്ങളുടെ ക്യാമ്പിനുള്ളിൽ പ്രവർത്തകർ ഉന്നയിച്ച വിമർശനമാണ് പറഞ്ഞത്. രാവിലെ ഇത്തരത്തിലുള്ള അതിന് ന്യൂസ് നിങ്ങളുടെ ക്യാമ്പിന്റെ അധ്യക്ഷൻ ഞാനാണോ? നിങ്ങളുടെ അധ്യക്ഷനായ നിങ്ങളുടെ അങ്ങനെ ചോദ്യം എന്താണ്? ക്യാമ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ആ ക്യാമ്പിന്റെ അധ്യക്ഷനാണ്. ആ ക്യാമ്പിന്റെ വിവിധ പ്രൊസീഡിയങ്ങളിൽ നിന്ന് ആളുകളാണ് ഈ ഇരിക്കുന്ന സഭകളുണ്ട്. ആ ക്യാമ്പിനകത്ത് അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. അപ്പൊ ഇനി പോട്ടെ, നിങ്ങളൊരു വാർത്ത കൊടുത്തു. ആ വാർത്ത നിങ്ങളുടെ അതിനകത്ത് തന്നെ ആധികാരികതയില്ല. ഒന്ന് ക്യാമ്പിനകത്ത് ഒരാൾ പറഞ്ഞില്ല, ആ ആളുടെ പേര് പറയും, ആ ആളുടെ പേര് പറഞ്ഞിട്ട് ആ ആളുകൾ പറയും, അങ്ങനെ പറഞ്ഞു. ഇനി 2, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധികാരികതയില്ല. ഇനി ആ ആളെ ക്യാരി ചെയ്തിട്ട് തന്നെ ക്യാമ്പിന്റെ ഒരു പ്രതിനിധി 756 പേര് പങ്കെടുത്ത ക്യാമ്പിന്റെ പ്രതിനിധി എന്ന ഒരു ജനറലൈസേഷൻ ടാഗിനകത്ത് നിങ്ങൾ കൊടുത്ത ഫണ്ടിന്റെ വിഷയമാണ്. ആ ഫണ്ടിനെ പറ്റിയുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തത് രാഹുൽ ഫണ്ടിന്റെ കാര്യത്തിൽ പറയാൻ സർക്കാർ ഭൂമിയെ കുറ്റപ്പെടുത്തി. ആ ചോദ്യം ചോദിച്ചപ്പോൾ രാഹുലിന്റെ മറുപടി ഫണ്ടിൽ ശരി രാഹുൽ പറഞ്ഞ ഫണ്ടില്ല. ഈ ഫണ്ട് ഇപ്പൊ എത്ര ലക്ഷം രൂപയാണ് ഇവിടെ കളക്ട് ചെയ്തത്? 88,68,827. ഈ അക്കൗണ്ട് മൊത്തം അക്കൗണ്ട് വഴിയാണോ പൈസ കളക്ട് ചെയ്തത്? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ നിങ്ങളുടെ അക്കൗണ്ടിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാര്യമല്ല ചോദിക്കുന്നത്. നേരിട്ട് കളക്ട് ചെയ്ത് ജനങ്ങളെ കളക്ട് ചെയ്ത് അക്കൗണ്ട് വഴിയാണ്. അതായത് ഞങ്ങൾ ഏത് മെക്കാനിസത്തിലൂടെയാണോ കളക്ട് ചെയ്തത് അത് ഫുൾ പൈസ ജനങ്ങളിൽ ചലഞ്ച് നടത്തുമ്പോൾ നിങ്ങൾ നടത്തിയ ചലഞ്ച് നടത്തുമ്പോൾ ബാങ്ക് പൈസ ആണ്. അല്ല, അത് ഡിവൈഎഫ്ഐ നടത്തിയ ചലഞ്ച് ആരോപണമില്ല. അതൊരു ചോദ്യം, ബേസില്ലാത്ത ചോദ്യം. കേരളത്തിലെ 140 നിയോജകമണ്ഡല കമ്മിറ്റികൾ ഒരു ചുമ്മാതെ ഒരു ചോദ്യം പറയാൻ വേണ്ടി ചോദ്യം പറയില്ല. അതിന്റെ യുക്തി എന്താ? ഒന്ന് പറയട്ടെ. അപ്പം പായസ ചലഞ്ചിന്റെ പൈസ ഓരോ താഴത്തെ ഘടകങ്ങൾ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്യുന്ന ഘടകങ്ങൾ മേളിലേക്ക് കൊടുക്കുന്നു. ആ മേളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയയിലാണല്ലോ. എന്താ ഇപ്പൊ ഞാനൊരു ആരോപണം ഉന്നയിക്കുക.
ഞാൻ കാരണം ഉന്നയിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതിന്റെ ശരിക്ക് പറയുക, ഡിവൈഎഫ്ഐക്ക് 20 കോടിയല്ല 30 കോടിയാണ് താഴത്തിൽ തെളിയിച്ചെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ തെളിയിക്കാൻ പറ്റുക? എങ്ങനെ തെളിയിക്കാൻ പറ്റുക? ഓരോ ആളുകളെ ഇന്ന് പായസത്തിൽ ചേർത്തിട്ട് എന്താണ് ഈ പറഞ്ഞത്? ടി വി തന്നെ ചുമ്മാ ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു സ്കൂൾ ഓഫ് ജേർണലിസ്റ്റ് പഠിച്ച ആളെ ചോദിക്കും. സ്കൂൾ ഓഫ് ജേർണലിസ്റ്റ് ചോദിച്ചാൽ ഡിവൈഎഫ്ഐ ബില്ലുണ്ടോ? ഡിവൈഎഫ്ഐ ബില്ലുണ്ടോ? നമ്മുടെ കയ്യിലേക്ക്, അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്റെ പണം വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ കാത് വന്നത്. ആണല്ലോ, എന്റെ പണം വെച്ചിട്ടല്ലേ നിങ്ങളുടെ കാത് വന്നത്. എന്റെ പണം വെച്ച് കാത് വന്നതാണല്ലോ. എന്റെ പണം വെച്ച് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയ പണത്തെ പറ്റിയിട്ടാണല്ലോ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ആണല്ലോ, അതല്ല നിങ്ങൾ പിന്നെ ആരെങ്കിലും ഒരു വ്യക്തി ഒരാൾക്ക് പായസം കൊടുത്തു, അതിന്റെ കണക്ക് വന്നില്ല എന്നുള്ള പണമല്ലോ നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഞാൻ മുക്കി, അല്ലെങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുക്കിയതാ. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പണം കൈമാറാനുള്ള ഏക മാർഗം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ട് ആയിരുന്നു. അതിന്റെ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഡേ 1 തൊട്ട് ഞങ്ങളുടെ പോസ്റ്ററുകളിലുമെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇൻസൈഡ് ആയിട്ടുള്ള നടത്തിയ കളക്ഷൻ മുഴുവൻ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾ പറഞ്ഞ ഫണ്ട് കളക്ഷന്റെ പ്രശ്നമാണെങ്കിൽ പറയൂ, ചില്ലിക്കാശ് ഈ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? അതാ ചോദ്യം. അത് ചോദിക്കുമ്പോ പായസം വാങ്ങിയതിന്റെ റെസിപ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചൈൽഡിഷ്. അതായത് നമ്മുടെ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് ചെയ്തത്. സർക്കാരിൽ നിന്നും ഭൂമി കിട്ടിയില്ല, അതുകൊണ്ടാണ് വീട് നിർമ്മാണം നടക്കാതിരുന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞത് തന്നെയാണോ, എങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണോ അല്ലെങ്കിൽ പരമലാഷ? ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ PM മനോജ് മെച്ചപ്പെട്ട ഭാഷയെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു അതെ യൂത്ത് കോൺഗ്രസ് ഒരു കത്ത് നൽകിയിട്ടേ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് സർക്കാരിന് ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് അങ്ങയുടെ വാർത്തയാണ് അങ്ങയുടെ മനോരമക്കാർ ചോദിച്ചോണ്ട് മനോരമയുടെ വാർത്ത എല്ലാത്തിനും അങ്ങ് ഈ ഫസ്റ്റ് പ്രസിഡന്റ് ഞാൻ മനോരമയോട് സംസാരിക്കുമ്പോ അങ്ങ് ഈ പിന്നെ മുഴുവൻ പോസ്റ്റിന്റെയും ഗോളി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം സേവ് ചെയ്യാൻ മനോരമയോട് സംസാരിക്കുമ്പോ അങ്ങയുടെ തന്നെ സ്ഥാപനത്തിന്റെ ഇതല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസ് ജിന്നയുടെ ഈ വാർത്ത മുഹമ്മദ് റിയാസ് ജിന്നയുടെ അപ്പൊ അത് കൊടുത്തു ഞാൻ ആളുകൾ പറയും ശ്രീ മുഹമ്മദ് റിയാസ് ഇത് കിട്ടിയില്ല എന്ന് പറയും. ശരി, ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു വീട് പോലും പിടിക്കാത്തത്? ഒരു വർഷമായി ചോദ്യം. 770 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പൊതുജനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. കൊടുക്ക പൊട്ടിച്ച് ആടിനെ വിറ്റ് ട്യൂഷൻ എടുത്ത് പത്രം വിറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഡിവൈഎഫ്ഐ കൊടുത്ത പണം ഉൾപ്പെടെ ഒരു വീട് നിർമ്മിച്ചു. എന്താ വൈകുന്നത്? ശരി, ഞങ്ങൾക്ക് ഭൂമി തരുന്നില്ല സർക്കാർ ഭൂമിയുണ്ട്, എന്താ നിർമ്മിക്കാത്തത്? എന്താ ഇതുവരെ നിർമ്മിക്കാത്തത്? സർക്കാർ ഒരു ഓട്ടോ വാങ്ങിച്ചു ഒറ്റൊരാൾക്ക്. അപ്പൊ ഇനി ചോദിക്കാം, അതിന് ക്ലോസ് ഉണ്ടോ എന്ന് ചോദിക്കും. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ, KK രാമചന്ദ്രന്റെ വ്യക്തിപരമായ ബാധ്യത നീക്കം ചെയ്യാൻ ദുരിതാശ്വാസത്തിന് പണം കൊടുക്കാൻ ക്ലോസ് കണ്ടെത്താം. അന്തരിച്ച LDF നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കാൻ ക്ലോസ് വിട്ട് കണ്ടീഷൻസ് കണ്ടെത്താം. അല്ലെ, ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന മുന്നണി നേതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ ബാധകമല്ല. പക്ഷേ മുണ്ടക്കൈക്കാരന് ചൂർമലക്കാരന് ഒരു ഓട്ടോ വാങ്ങിക്കൊടുക്കാൻ നിയമപ്രശ്നം, ഒരു ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ, ഉപജീവനത്തിന്റെ ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ നിയമപ്രശ്നം. അതെന്ത് നിയമപ്രശ്നം? വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്? എന്താ ഗവൺമെന്റ് പ്രയോറിറ്റി? ഈ വിഷയം ഇപ്പൊ ചർച്ചയായത് നന്നായി എന്നുള്ള പോയിന്റുകാരാണ്. ഞങ്ങൾ അടുത്ത മാസം കല്ലേറ്റത്ത് പ്രവർത്തനം ആരംഭിക്കും. മുസ്ലിം ലീഗ് പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുള്ള മെക്കാനിസം പോലും സംസ്ഥാന സർക്കാരിനില്ലേ? ഇത്ര ഭീമമായ തുക പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചു. സ്വാഭാവികമായിട്ടും
ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് കിട്ടുന്ന പണം അത് അതിനോട് അഫിലിയേഷനുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് കൊടുക്കുക. ഇത് അതുമല്ല, ജനങ്ങൾ കൊടുത്ത പണം എന്താ ചെയ്ത്? ഇനി ഇതൊരു വർഷമായോന്ന് പറയാം. നിലമ്പൂരിൽ കുതിരയിൽ പടന്നു. ആ നിലമ്പൂരിൽ നമ്മൾ പോയാലും പാനിപ്പുഴയിൽ 2019 പൊളിഞ്ഞ പാലം ഇതൊരു പൂർത്തീകരിച്ചു. 2019 പൊളിഞ്ഞ പാലം അന്നത്തെ കൂടി 1000 കോടി കിട്ടി അല്ലേ? ആദ്യ പ്രളയത്തിൽ 1000 ചില്ലുവാനം കോടി കിട്ടിയ ഒന്നാം പ്രളയത്തിന്റെ സമയത്ത് വാണിയമ്പുഴയിലെ മനുഷ്യന്മാർ അവർക്ക് നഷ്ടമായ ഒരു പാലം, നിങ്ങൾ പോണം കേട്ടോ, മാധ്യമപ്രവർത്തകരുടെ റിക്വസ്റ്റാണ്. മഴയൊന്ന് പെയ്താൽ ചങ്ങാരം ഇങ്ങനെ കിടന്ന് കറങ്ങും. ആ അപകടകരമായ സാഹചര്യത്തിലൂടെ വേണം ചാലിയാർ കടന്ന് അവിടെ താമസിക്കുന്ന മനുഷ്യന്മാർക്ക് ഇപ്പോൾ വരട്ടെ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലേ? അവിടെ ആന ഒരു മനുഷ്യനെ കൊന്നപ്പോ ആ മൃതശരീരം എടുക്കാനായി പോകുമ്പോൾ അവിടുത്തെ MLA തന്നെ കുടുങ്ങിപ്പോയി. അയച്ചില്ലേ? നിങ്ങളല്ലേ വാർത്ത കൊടുത്തത്? എന്തുകൊണ്ടത്? ഇത്ര കോടിക്കണക്കിന് രൂപ, ഞാൻ ചോദിക്കുന്നത് 770 കോടി നമ്മൾ കൊടുത്തില്ലേ? സർക്കാർ വീട് നിർമ്മിക്കാൻ എത്ര സമയം വേണം? ഒരാൾക്കല്ലേ കൊടുത്തില്ലേ? ഒരാൾക്കല്ലേ കൊടുത്തില്ലേ? അതിന്റെ ബാക്കിയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നു. അജയ് തറയിൽ ഉന്നയിച്ച ഒരു വിഷയം, യുവതലമുറയ്ക്ക് ഖദറിനോട് താല്പര്യമില്ല, ഖദറും മതേതരത്വമാണ് കോൺഗ്രസിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഈ വിഷയം നമ്മള് മാതൃഭൂമി അടക്കം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അങ്ങ് അഭിലാഷ്. മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ്. അങ്ങേക്ക് പരിശോധിക്കാം, അതൊന്ന് നോക്കണം. അങ്ങ് നോക്കിയിട്ട്, കാരണം ഇതിനകത്ത് ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാണ്. ഈ ഡേ 1 തൊട്ട് അന്ന് തന്നെ ഒന്ന് പറയണം. ഡേ 1 തൊട്ട് അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വിഡ്രോവൽ ഉണ്ടോ നമുക്ക് നോക്കാം. അജയ് തറയിൽ അവസാനിപ്പിക്കുന്നു. ശരി, അജയ് തറയിൽ ഉയർത്തിയ വിമർശനം പുതിയ തലമുറ കോൺഗ്രസിനെ എനിക്ക് ഉദ്ദേശിച്ചത് ഖദറിനോട് താല്പര്യമില്ല, മതേതരത്വവും ഖദറും ഉപേക്ഷിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അങ്ങ് കരുതായിരിക്കും. അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഈ കംഫോർട്ടിനനുസരിച്ച് ഖദർ ധരിക്കാറുണ്ട്, അല്ലാതെ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ എന്നെ കൂടുതലും കാണുക കളർഷത്തിലായിരിക്കും. അതെന്റെ ഒരു ഞാൻ വല്ലാതെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. നന്നായി യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ പ്രത്യേകിച്ച് വെള്ള കളറാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഞാനാണെങ്കിൽ ഈ ഒരു ദിവസം 2 ഡ്രസ് ഇടാൻ, ഞാൻ ഇലക്ഷൻ ടൈമിൽ മാത്രമാണ് ഒരു ദിവസം 2 ഡ്രസ് ഇന്നലെ അത്രയും മോശമാകുമ്പോഴേക്കും. അപ്പൊ ഒരു ദിവസം ഫുള്ള് ഡ്രസ്സൊക്കെ ഇടണം എന്നായിരിക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ജീൻസ് ഒക്കെ ഇടാൻ വലിയ സന്തോഷമുള്ള ആളാണ്. ജീൻസ് അത് കയറി പിന്നെ വേറെ ഞാൻ ആലോചിക്കേണ്ടത് കളറിലുണ്ട്. ഞാൻ പറഞ്ഞത് അത് അവരവരുടെ ഒരു കംഫർട്ടിന്റെ. പക്ഷേ അജയ് തറയിലതായിരിക്കും കംഫർട്ട്. ഖദർ പിന്നെ ഇടാത്ത ചെറുപ്പക്കാരും മതേതരത്വം അണിയാതിരിക്കുന്നു. മതേതരത്വമില്ല ചെറുപ്പക്കാരും അണിയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഖദറിന്റേതായ ഒരു ലക്ഷ്യമാണ്. അതിപ്പോഴും ഉണ്ട്. ഗാന്ധിയുടെ ഒരു പ്രത്യേകമായ പ്രത്യയശാസ്ത്രമുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു കൗതുകമായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. ഈ സെൽഫ് പിന്നെ ഗാന്ധി സെൽഫ് റിലയൻസിന് ഒരു മാർഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ടുമൊക്കെയാണ് ആദ്യം പറ്റി പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞത് ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് കൂടായിരുന്നു. എന്റെ ഒരുവിധ എല്ലാ ശബ്ദം 90% ശബ്ദം നിന്നത് പട്ടാമ്പിയുള്ള മുത്തു. അപ്പൊ മുത്തുവിന് പൈസ കൊടുക്കുമ്പോഴും അത് ഇവിടെ തന്നെ വിദേശമല്ല, സ്വദേശി തന്നെയായിട്ട് നിൽക്കുകയാണ്. 2, അദ്ദേഹം പറഞ്ഞൊരു വലിയ സങ്കല്പങ്ങളിലൊന്ന് ലളിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയായിരുന്നു. അപ്പൊ അത് ലളിത ജീവിതത്തിന്റെ ഭാഗമായിട്ടപ്പം അത് നമ്മള് ഒരു നല്ല ഡിബേറ്റ്, ഒരു ആരോഗ്യകരമായ ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പൊ അത് ഒരു ഡിബേറ്റബിൾ വിഷയമാണ്. ചർച്ച ചെയ്തതിനകത്ത് സന്തോഷം. ഗാന്ധിക്കും ഖദറിനും ഒരു കാലത്തും പ്രാധാന്യമില്ലാതെ പോകുന്നു. അതിപ്പോ പി ജയരാജനെ ഗാന്ധി കൂടി ജർമ്മനാക്കിയതിന് പേരിലും അതിന്റെ പ്രാധാന്യം ഇല്ലാതെ പോകുന്നില്ല. ഗാന്ധിക്കും ഖദറിനും ഗാന്ധിക്കുമൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അവർക്ക് സീറ്റ് അനുഭവി ആയിക്കോട്ടെ, രാഷ്ട്രീയ ബന്ധം ആയിക്കോട്ടെ, ഒരു പരാതി കൊടുക്കുന്നുണ്ട്. പരാതിയിലേ കൊടുക്കുന്നത് പരാതിക്കാരിയാണ് കൊടുത്തില്ലല്ലോ, നിങ്ങളത് കൊടുത്തില്ല. ഞങ്ങളൊന്നും പറഞ്ഞില്ല. പരാതിക്കാരി ആരാണെന്ന് അതായത് നിങ്ങളെ ഏതോ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോ ആ ലക്ഷ്മി ആരെങ്കിലും പറഞ്ഞില്ല. ഏതോ ഒരു അഭിഭാഷകയായ ലക്ഷ്മി എന്ന് കൊടുത്ത കോളേജിന്റെ പഴയ SFIയുടെ നേതാവായിരുന്നു.
ഞങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തോണ്ടാ. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തത് ഇന്നലെ തൊട്ട് മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് പിന്നെ ലക്ഷ്മി ഏതൊരു ലക്ഷ്മി പരാതി കൊടുത്തിട്ടുള്ള. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു. ആ പരാതി കൊടുത്ത ലക്ഷ്മി SFIയുടെ പഴയ ലോ കോളേജ് നേതാവായ KS അരുൺകുമാർ എന്ന CPMന്റെ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ സഹപ്രവർത്തകയായ ഒരേ ലോ ഫോമിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും രാഹുൽ വലിയ സന്തോഷത്തിൽ പിന്നെ കണ്ടെടുത്തതുപോലെ പിന്നെ നമ്മള് അടിപൊളിയായിട്ട് മണ്ണിന്റെ ഞാനൊന്ന് അടിപൊളിയായിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് അല്ല ഞാൻ പറഞ്ഞത്. ഞാനും കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ ഒന്ന് പറയട്ടെ. ഞാനും കൈരളിയുടെ മാധ്യമപ്രവർത്തകനെന്നും അമ്മാവന്റെ മക്കളൊന്നും അല്ല. ആണോ? അമ്മാവന്റെ മക്കളൊക്കെ മോശമുള്ള നമ്മൾ വന്നിട്ടില്ല. അപ്പൊ അങ്ങേക്ക് എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോട്ടോ എടുക്കുക. ഫേസ്ബുക്കിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ MV ഗോവിന്ദൻ, ശ്രീ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനോടൊപ്പം അവർ നിൽക്കുന്ന ചിത്രങ്ങൾ രാഹുലിന്റെ അമ്മാവിന്റെ മോളുടെ ഫോട്ടോ കാണിക്കുന്നതല്ല രാഹുൽ ആദ്യം നമ്മളല്ലോ. ആദ്യം യൂത്ത് കോൺഗ്രസ് ലൈവ് നോക്കിയാൽ ഞങ്ങൾ KPCCയോട് എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങയുടെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടറോടും അഭ്യർത്ഥിക്കുന്നു. നിന്നും പ്രഖ്യാപിച്ച കമ്മീഷൻ എത്രയും അത് അതിന്റെ ലിസ്റ്റ് നിങ്ങൾ KPCC 1000 ഹോംസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ KPCC നിർമ്മിച്ച് നൽകിയ പേരുകളുടെ എല്ലാ ലിസ്റ്റ് അത് 1000 കടന്നു എടുക്കാം. ഇത് CPMലേക്ക് ആവശ്യമാണ്. തിരിച്ച് ഞങ്ങളുടെ ചോദ്യം, ശ്രീ MM ഹസൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ 1000 വീട് പ്രഖ്യാപിച്ചു. ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾ സർക്കാരിനെ സഹായിക്കുകയാണ്. സർക്കാരിനെ എതിർക്കുകയാണ്. ഞങ്ങൾ സർക്കാരിനോട് പ്രതിഷേധം പറയുന്നത്. സർക്കാരിനോട് പ്രതിഷേധം പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചെയ്യുകയാണ്. സർക്കാരിനോടൊപ്പം നിന്നിട്ട് ഞങ്ങൾ 1000 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ 1000 മേളിൽ കൊടുത്തു. തിരിച്ച് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ അന്തരിച്ചുപോയ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച 2000 വീട് അദ്ദേഹം പൂർത്തീകരിച്ചു. അത് ഞങ്ങൾ അതിപ്പോ അന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് അറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണം. എനിക്ക് പെട്ടെന്ന് എനിക്കറിയില്ല. ചോദിച്ചില്ല. വണ്ടിച്ചക്ക നൽകിയിട്ടുണ്ടോ? വണ്ടിച്ചക്കല്ല, ഒരു കമ്പനിക്ക് അയച്ച അക്കൗണ്ട് ബൗൺസ് ആയിട്ട് വരുമ്പോൾ തിരിച്ചറിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് സിഗ്നേച്ചർ ഡിഫറൻസിന്റെ കാരണം അവിടെ കിടപ്പുണ്ട്. ഇൻസഫിഷ്യന്റ് അപ്പൊ അതിന്റെ അവര് ആ ഇരിക്കൂർ അസംബ്ലി കമ്മിറ്റി ആയിരുന്നു. ഇരിക്കൂർ അസംബ്ലി കമ്മിറ്റി പണം തിരിച്ചറിഞ്ഞു. അത് 10 ദിവസം ചെക്ക് ബൗൺസ് ആയിരുന്നു. അത് ഇരിക്കൂർ അസംബ്ലി കമ്മിറ്റി ആയിരുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇരിക്കൂർ അസംബ്ലി കമ്മിറ്റിയാണ്. അവർ വീണ്ടും അപ്പൊ ഇതിന്റെ ഭൂമിയുടെ കാര്യം സംസാരിക്കണോ? ഭൂമിയുടെ അതിന്റെ കത്ത് പുറത്തുവിടുമല്ലോ. ഒപ്പം നിങ്ങൾ ഇപ്പം ഞാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റിയാണല്ലോ സംസാരിച്ചത്. സംസാരിക്കുന്നത്. നിങ്ങൾ നാളെ ശ്രീ മുഹമ്മദ് റിയാസിനോട്, അപ്പം അദ്ദേഹം എവിടെയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ കത്ത് തന്നിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കത്ത് തന്നതായി പറയുന്നു. മുഹമ്മദ് റിയാസിനോട് ചോദിക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വഴങ്ങുമെന്നുള്ള ഉറപ്പൊരിക്കില്ലാത്തതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനോട് ചോദിക്കാൻ പറഞ്ഞത്. അത് മുഹമ്മദ് റിയാസിന് വേറെ സത്യം പറഞ്ഞല്ല. അദ്ദേഹം ഉപസമിതി അംഗം വന്നെങ്കിൽ അദ്ദേഹത്തിന് കത്ത് കൊടുക്കും. ഞങ്ങളിത് വിവാദമാക്കാൻ ഈ ആവശ്യപ്പെടുന്ന വിവാദമല്ലല്ലോ. സർക്കാർ ചെയ്യുന്നില്ല, സർക്കാർ പോയിന്റ് ബാക്കി എല്ലാ മാധ്യമപ്രവർത്തകർക്കും മനസ്സിലായിട്ടും അങ്ങേക്ക് എന്താണ് ഇപ്പോഴും ഞങ്ങള് അത് ആ ഒരു ഇഷ്യൂവിന് പുറത്ത് നിൽക്കുകയല്ല. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെന്നേ. ഞങ്ങളുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്റെ പൊന്നു സഹോദര, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പുറത്തുവിട്ടതുകൊണ്ടല്ലേ പത്രത്തിൽ വാർത്ത വന്നത് അല്ലേ? പത്രത്തിൽ വന്ന് വാർത്ത അങ്ങയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടും ആ കത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ കാണിക്കുന്നത്. ഇത് അങ്ങ് ചോദിക്കുകയാണ് എന്റെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ എന്താ പറയാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? ഇതിന് രണ്ട്
ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയുള്ള ബൈറ്റുകൾ ഇപ്പൊ അവൈലബിൾ ആണല്ലോ. അങ്ങ് തന്നെ കൈകളിൽ ഉൾപ്പെടുത്തി നോക്കൂ. ഞാൻ നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമി സർക്കാർ തരണം, നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിക്കാം, ഭൂമി സർക്കാർ തരണം, നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കൈരളിയുടെ വിഷമം ഞാനത് വിവാദമാക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വയനാട് വിവാദം മാധ്യമസമ്മേളനത്തിൽ അല്ല, മാതൃഭൂമിയുടെ റിപ്പോർട്ട് വായിച്ചല്ലോ. ഏതെങ്കിലും ഒരു രൂപയെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? ചെക്ക് ബോർഡ് ചെലവ് അത് തിരിച്ചും വന്നിട്ടുണ്ട്. ഒന്നും പിൻവലിച്ചിട്ടില്ലല്ലോ. $2,40,00,000. അപ്പോ സാധാരണ ഒരു ആ ബന്ധം നമ്മൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ബാക്കി നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ സ്വകാര്യമായ ഒരു കാര്യം പറഞ്ഞു, സ്വകാര്യമായ ഒരു കാര്യം ചാനലിലൂടെ പറയാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും പറയാം. ശ്രീ രാഹുൽ ഗാന്ധിയോട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മാൻകൈൻഡാണ്. അദ്ദേഹം ചോദിച്ചു, ആവിഷ്യൂർ അബൌട്ട് ദിസ്, നിങ്ങൾക്ക് ഇത്രയും പണം, ഒരു യുവജന സംഘടന ഇത്രയും പണം കണ്ടെത്തി തരുമോ? കാരണം പാരന്റ് കൂടി 100 വീട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആകെ വീട് പ്രഖ്യാപിച്ചത് ഡിവൈഎഫ്ഐയാണ്, സിപിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളുടെ അവസ്ഥ അതല്ല. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ 100 കോൺഗ്രസ് 100 പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ 30 പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്നെ മറ്റ് സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഞങ്ങൾ കോൺഫിഡന്റ്, വി വിൽ ഡു ദാറ്റ്. അന്നേരം ഞാനും ശ്രീ അരുൺ വർക്കിയും ഞങ്ങളുടെ മറ്റൊരു ഉപാധ്യക്ഷനായ OJ ദിനേശനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഇഫ് ദേ ആർ അണേബിൾ ടു കൺസ്ട്രക്ട് ഹൗസ് ഫോർ വയനാട് പീപ്പിൾ, ഐ വിൽ ടേക്ക് ദർ ഹൗസ്. ഇവരുടെ 3 പേരുടെ വീട് ഞങ്ങൾ എടുക്കുന്നു. അത് അദ്ദേഹം വളരെ പറയുമ്പോൾ അതിനകത്ത് ഞങ്ങൾ വീടെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വിഷയത്തിനകത്തുള്ള കമ്മിറ്റ്മെന്റ് ഞങ്ങൾ കൊടുത്ത കമ്മിറ്റ്മെന്റാണ്, ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റാണ്, ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കൊടുത്ത കമ്മിറ്റ്മെന്റാണ്. ആ കമ്മിറ്റ്മെന്റ് പരിഗണിക്കും. അതുപോലെ വസ്തുതപരമായ വിഷയമുണ്ട്. ഡിവൈഎഫ്ഐ 100 വീട് മാത്രമല്ല, മറ്റ് പോഷക സംഘടനകൾക്ക്, മറ്റ് ഇടതുപക്ഷ സംഘടനകൾക്ക് തന്നെ ഫണ്ടിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി പല ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ വാർത്ത എടുത്തുമാണ് അത് പറഞ്ഞിട്ട് വീട് പ്രഖ്യാപിച്ചത് ഏതൊരു പോയിന്റ് അങ്ങനെയാണ് അംഗീകരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് വീട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഒരുപാട് ആളുകൾ, എത്രയോ കോൺഗ്രസ്സുകാരായ ആളുകൾ ഈ പറയുന്നത് പോലെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്രയോ ആളുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം 1ാം പ്രളയത്തിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആദ്യം കൂടെ കൊടുത്തത്. അതിനകത്ത് നമ്മൾ തർക്കമല്ലോ. ഞാൻ പറഞ്ഞ വേറൊരു പോയിന്റാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല പറഞ്ഞത്. ശ്രീ രാഹുൽ ഗാന്ധി ഇത്രയേറെ വീടുകൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ വീടുള്ളൂ. ആ കമ്മിറ്റ്മെന്റ് രാഹുൽ ഗാന്ധിക്ക് നാടിനെ കൊടുത്താണ്. അത്രയും ഞങ്ങൾക്ക് തരാൻ വൈകുന്നത് മാത്രമല്ല വിഷയം. സർക്കാരിനെതിരെ എത്രയോ തവണ ഞങ്ങൾ വയനാട് വിഷയം ഉയർത്തിയിട്ടുണ്ട്. അതിനേക്കാൾ കോറായ വിഷയം യൂത്ത് കോൺഗ്രസിന് ഭൂമി നൽകാനുള്ള സർക്കാരിന്റെ ലീഗൽ ലയബിലിറ്റി അല്ല. സർക്കാർ വാസ് ലയബിൾ, ദ ഗവൺമെന്റ് വാസ് ലയബിൾ ടു കൺസ്ട്രക്ട് ഹോംസ് ഫോർ ദം അല്ലേ? 770 കോടി രൂപ വാങ്ങി കയ്യിൽ വെച്ചിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ലയബിൾ ആണ് ഗവൺമെന്റ്. അത് ചെയ്യാത്തതെന്ന് പറഞ്ഞ സീരിയസ് ഇഷ്യൂനെ പറ്റി പറയുന്നുണ്ടല്ലോ. വയനാട് വിഷയം ഞങ്ങൾ പലതും ഫേസ് ചെയ്തു. വയനാട് വിഷയം ഞങ്ങൾക്കതിൽ ഈ മൊമെന്റില്, ഇത് സംസാരിക്കുന്ന മൊമെന്റിലും ഇതൊരു വിവാദമാക്കാനോ ഇതൊരു ബാർഗെയിൻ ആക്കാനോ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ സർക്കാരിന്റെ മുന്നിൽ, അതുകൊണ്ടാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ സർക്കാരിന്റെ മുന്നിൽ അപേക്ഷ കൊടുക്കുന്നത്. ആ അപേക്ഷ കൊടുക്കുന്നത് സർക്കാരിന് ലയബിലിറ്റിയാണ്, ലീഗൽ ലയബിലിറ്റി ഉണ്ട്. പക്ഷെ ലീഗൽ ലയബിലിറ്റിയും അതുപോലെ തന്നെ മോറൽ ലയബിലിറ്റിയും സർക്കാരിന് വയനാട്ടിലെ സാധാരണക്കാരെ മനുഷ്യന്മാരോട്. കാരണം നിങ്ങൾ പണം കൊടുത്തിട്ടില്ലേ സർക്കാരിന്റെ ദുരിതാശ്വാസം അല്ലേ? അന്ന് കൊടുത്തില്ലേ? കൊടുത്തു. അന്ന് കൊടുത്ത പണം ഗവൺമെന്റ് ഇങ്ങനെ ഒതുക്കി വെച്ചേക്കല്ലേ? അന്ന് പണം കൊടുത്തതിന് ശേഷവും അവിടുത്തെ സാധാരണക്കാർ കഴിഞ്ഞ ദിവസം ഭീതിജനകമായ സാഹചര്യം വയനാട്ടിൽ ഉണ്ടാകുമ്പോൾ, അതിഭയങ്കരമായ മഴ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പ്രതിഷേധിക്കുന്നില്ലേ? ആ ധാർമ്മിക രോഷമിക്കില്ലേ? രാഹുൽ അത് പലതവണ ആവർത്തിച്ചു. സർക്കാർ കൊടുത്തു, താൽക്കാലികമായ വാടക വീട് അറേഞ്ച് ചെയ്തു, ക്രിസ്ത്യൻ എസ്റ്റേറ്റ് മേടിച്ചു, അവിടെ ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചു വെച്ചു. ഈ സംഭവം രാഹുൽ അറിയുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണം തരാത്ത കേന്ദ്ര സർക്കാർ BJPക്ക് ഒരു വിമർശനം പോലും വരില്ല. അതോടെ നിൽക്കട്ടെ. സർക്കാർ ക്രിസ്ത്യൻ എസ്റ്റേറ്റ് പണി തുടങ്ങിയ കാര്യവും അതിന് നടപടി ആരംഭിച്ചാലും രാഹുൽ അറിയുന്നില്ല. ചോദ്യം കഴിഞ്ഞു. അതായത് ഒരു സർക്കാരാണ്, ഗവൺമെന്റ് ആണ്, വ്യക്തിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയല്ല. ഒരു ഗവൺമെന്റിന് ഞാൻ മനസ്സിലാക്കുന്ന 1 വർഷം കഴിഞ്ഞില്ലേ? 1 വർഷം ആകുന്നല്ലേ? 1 വർഷം ആകും അല്ലേ?
വാർഷികത്തിലേക്ക് പോലും 1 വർഷമാകും. 1 വർഷമാകുമ്പോ നമുക്ക് സാധാരണഗതിയിൽ ഒരു ആഡംബര വീട് നിർമ്മിക്കാൻ എത്ര സമയമാണ്? അല്ല, ഓരോ വീടായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഒരു മേസ്തിരിയും ഒരു ഹെൽപ്പർ വന്നിട്ടാണല്ലോ ഈ 400 വീട് പണിയുന്നത് അല്ലെ? ഊരാളെങ്കിലും പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വീടെല്ലാം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊരാളെങ്കിലും ഇത് കൊണ്ടുപോയത്, ഈ പണം മുഴുവൻ കൊണ്ടുപോയത് അല്ലെ? പണം ഊരാളെങ്കിൽ അറിയാമെന്ന് ഞാൻ പറയുന്നതല്ല. ഊരാളെങ്കിൽ ഇത് മുഴുവൻ കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പൊ അന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ രാവിലെ ആകുമ്പോ 8 മണിയാകുമ്പോ ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറും വരുന്നു. രാവിലെ അവർ തന്നെ ഈ മണ്ണ് കുഴയ്ക്കുന്നു, അവർ തന്നെ കല്ലെടുത്ത് നോക്കുന്നു. പിന്നെ അവർ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ 2 പേര് തന്നെ വരുന്നു. അങ്ങനെയല്ലോ ശരിയല്ല. ഞാൻ പറയല്ലേ, മറുപടി പറയല്ലേ, കേൾക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ 1 വർഷമായി മനസ്സിലാക്കേണ്ടത് പൈസയുടെ പ്രശ്നമാണ്. സാധാരണ വീട് പണിക്കുമ്പോ ഞാൻ അവലായിട്ട് ഇറങ്ങിയ വീട് വെച്ചു അല്ലെ? അവലായിട്ട് വീട് വെച്ചപ്പോ വീട് പണി പലപ്പോഴും സ്റ്റക്കായിരിക്കും. വ്യക്തിപരമായിട്ട് അറിയാം എന്തുകൊണ്ടാണ്? പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇത് പൈസയുടെ പ്രശ്നമുണ്ട്. 870 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കണം. പിന്നെന്താ വൈകിയത്? കേസ് രാഹുലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ഇതിൽ തൊഴിലാളികളുടെ പ്രശ്നമൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ നടന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം സഹോദര, സർക്കാർ ഒരു മോഡൽ ഹൗസ് മോഡൽ ഹൗസ് നിർമ്മിക്കുന്നു അറിയോ? സർക്കാർ മോഡൽ ഹൗസ് നിർമ്മിക്കുന്നു മോഡൽ ഹൗസ് ആയിട്ടാണ് ബാക്കിയുള്ള പണിയുക. ആ മോഡൽ ഹൗസ് പോലും ഒരു മാതൃകാ ഭവനം പോലും ഒരു കൊല്ലമായിട്ട് പണിയാൻ പറ്റില്ല. പോട്ടെ, വാണിയമ്പുഴയിൽ 1200 കോടി രൂപ ഏൽപ്പിക്കും. വാണിയമ്പുഴയില് ചാലിയാറിലൂടെ പാലമണിയാൻ ആരെങ്കിലും സ്റ്റേ കൊടുത്തായിരുന്നു? കൊടുത്തു? ആരെങ്കിലും സ്റ്റേ ഉണ്ടോ? വാണിയമ്പുഴയില് ചാലിയാറിലൂടെ പാലമണിയാൻ 6 വർഷമായി. സ്റ്റേ ഉണ്ടോ? കേസുണ്ടോ? പുഴയിലെ മത്സ്യങ്ങൾ സ്റ്റേ ഉണ്ടോ? അത് കൊടുത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പറയാൻ വേണ്ടി ചെയ്യത്തില്ലെങ്കിൽ സഹായിക്കാനല്ലെങ്കിൽ അത് പറയുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റി ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? ഈ സാങ്കേതിക കാരണങ്ങളൊന്നും ഉഴവൂർ വിജയനെ സഹായിക്കാൻ പോയപ്പോഴും KK രാമചന്ദ്രൻ ചെങ്ങന്നൂർ പഴയ CPM MLA സഹായിക്കാൻ പോയപ്പോഴും ഇല്ലായിരുന്നല്ലോ. ഒരു തടസ്സമില്ലായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട എത്ര കേസ് ഉണ്ടായിരുന്നു? ആ കേസൊന്നും ബാധകമായില്ലല്ലോ. അവരെ സഹായിക്കും. അപ്പൊ there is a priority for the government. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് CPM കാരെ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.